കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ കർത്തൃദിവസം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തിയവനായ കർത്താവ് ഈ രാവിലെ സമയം പ്രൈസ് ലോർഡ് നമ്മളോട് കൂടെയുണ്ട്. കഴിഞ്ഞ രാത്രിയിലെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ചു. ഈ പ്രഭാതം കാണുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തതോർത്ത് നമുക്ക് കരങ്ങളുത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥനകളോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ച 87-ാം സങ്കീർത്തനമായിരുന്നു. ഈ ആഴ്ച 88-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം വീണ്ടും നമുക്ക് കൃപ ചെയ്തല്ലോ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിച്ചിരിക്കുന്നു, കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു, ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു, ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു, അവരെ നീ പിന്നെ ഓർക്കുന്നതുമില്ല, അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. സ്തോത്രം. ചില പ്രത്യേക അവസ്ഥയിൽ ദൈവം ആഗ്രഹിക്കാത്ത നിലകളിലായി തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അങ്ങ് അറ്റുപോകും. സ്തോത്രം. അവരുടെ പ്രാർത്ഥനകൾക്ക് പിന്നെ മറുപടി ഇല്ലാതെ വരും. അവരെ കർത്താവ് ശ്രദ്ധിക്കത്തില്ല, ദൂതന്മാർ ശ്രദ്ധിക്കത്തില്ല, ആരും തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അതിൻ്റെ അനുഭവമാണ് ഇവിടെ. ആ ഒരു അനുഭവത്തിലായിരിക്കുന്നതുകൊണ്ടാണ് ഇവർ പറയുന്നത്, എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. സ്തോത്രം. ദൈവം രക്ഷയുടെ ദൈവമാണെന്ന് അവനറിയാം. രക്ഷിപ്പാനായി യോഗ്യൻ അവൻ മാത്രമേ ഉള്ളൂ. രക്ഷിക്കുന്ന രക്ഷകനായ ദൈവം ഈ പ്രപഞ്ചത്തിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അങ്ങനെയെങ്കിൽ രക്ഷകനെന്ന് ഈ ഭൂമിയിൽ ഒരു പേര് വിളിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ അവൻ രക്ഷിക്കുന്നവനായി സകല മാനവജാതിക്കും വേണ്ടി സ്വർഗോന്നതങ്ങളിൽ നിന്ന് സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നവനാണ്. എന്തിനാണ് രക്ഷിക്കേണ്ടത്? ദൈവത്തിൻ്റെ പ്രമാണം വിട്ടുപോയ ജനം ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് ദൈവമെന്നും പറഞ്ഞ് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കല്ലിനെയും മണ്ണിനെയും മറ്റു ജീവികളെയും എല്ലാം ആരാധിപ്പാൻ തുടങ്ങി ദൈവത്തോട് അവർ പാപം ചെയ്തപ്പോൾ, അവർ ദൈവത്തിൻ്റെ ഹിതമനുസരിക്കാതെ സാത്താൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിനനുസരിച്ച് ജീവിച്ചു പോയപ്പോൾ അവർ നിത്യനാശത്തിന് നിത്യനരകത്തിന് യോഗ്യരായി തീർന്നപ്പോൾ ആ നാശകരമായ അനുഭവങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ രക്ഷിക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ച് കർത്താവായ യേശു ക്രിസ്തുവായി രക്ഷകനായി യേശുവായി ഈ ഭൂമിയിൽ പിറന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അവൻ രക്ഷയുടെ ദൈവമായി ഇന്ന് വാൽക്കാലവും നമ്മുടെ അരികിൽ തന്നെയുണ്ട്. ഇന്ന് വാൽക്കാലം അവനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഉപേക്ഷിക്കാത്തവനായി ആ കർത്താവ് അവരുടെ അരികിൽ കടന്നു വന്നവരുടെ വിഷയങ്ങളുടെ മേൽ അവർക്ക് വിടുതൽ കൊടുത്ത് അവർ നിത്യനാശത്തിന് രക്ഷിച്ച് നിത്യസ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുവാൻ കാൽവരിയിൽ നമുക്ക് സകല മാനവ്യാധികൾക്കും വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിലേക്ക് കടന്നുപോയി. ഇനി തൻ്റെ കൽപ്പന പ്രമാണിച്ചിരിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത അരിമനാഥൻ്റെ ആ വരവനായി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് വാൽക്കാലം ആരാധിക്കുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന രക്ഷകനായ ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അരുളിച്ചത് അരിമനാഥനായ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് വാൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് കൂടെയുണ്ട്. ഈ ലൈവിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് കൂടെയുണ്ട്, ഓരോ ഭവനത്തിലുണ്ട്. ഹല്ലേലൂയ. യേശു മാറാത്തവനായി അവൻ മാറ്റമില്ലാത്ത തിരു സാന്നിധ്യത്താൽ നമ്മളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാൽ അവൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ സകല പ്രതികൂലങ്ങളുടെ മേലും സകല രോഗങ്ങളുടെ മേലും ക്ഷീണങ്ങളുടെ മേലും വിടുതൽ തരുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി ഓരോ മൺകൂടാരങ്ങളെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വാൽക്കാലം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൈവമാണ് രക്ഷിക്കുന്നവനായ ദൈവം. ആ ദൈവത്തെയാണ് ഇവിടെ ഹല്ലേലൂയ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനത്തിലൂടെ ഹല്ലേലൂയ ഹേമാൻ ധ്യാനിക്കുന്നത്. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. സ്തോത്രം. അദ്ദേഹം ഇതുപോലെ രാവും പകലും ദൈവത്തിനെ നിലവിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നുമല്ല അവൻ്റെ പ്രാണൻ കട്ടതുകൊണ്ട് നിറഞ്ഞതും അവൻ്റെ ജീവൻ പാതാളത്തെ സമീപിച്ചതും കുഴയിലിറങ്ങി പോയെന്ന പോലെയൊക്കെ ആയിത്തീർന്നതും ശവക്കുഴിയിൽ കിടക്കുന്ന വാദന്മാരെ പോലെയൊക്കെ ആയത്. സ്തോത്രം. അവൻ ദൈവത്തെ വിളിക്കാതിരുന്നത് കൊണ്ടാണ്. അവൻ പ്രാർത്ഥിക്കാതെ നിലവിളിക്കാതെ ദൈവത്തോട് അപേക്ഷിക്കാതെ രാവും പോലും തിരുസന്നിധിയിൽ നിലവിളിക്കാതെ പ്രാർത്ഥിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. അനുഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പുള്ളിക്കാരൻ നിലവിളിക്കുന്നത്, എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധി നിലവിളിക്കുന്നു. ഗതിയോട് വന്നു കഴിഞ്ഞാൽ രാവും പകലും എപ്പോഴും 24 മണിക്കൂർ നിലവിളിക്കും. സ്തോത്രം. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുകയാണ്, അവർ നീ പിന്നെ ഓർക്കുന്നില്ല, അവർ നിൻ്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. സ്തോത്രം. ചിലരൊന്നും ദൈവം ഓർക്കത്തില്ല, അറ്റുപോകും, ഉപേക്ഷിക്കുകയും. ദൈവത്തെ വിളിച്ച് ആരാധിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടിവിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവർ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ രാവും പകലും നീ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന തിരുമുമ്പിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. ദൈവം ചെവി അയക്കുന്നവനാണ്. നിൻ്റെ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. രാവും പകലുമുള്ള നിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് എത്തിക്കൊണ്ടേയിരിക്കണം. ഈ കൂട്ടായ്മയെല്ലാം വിടുമ്പോൾ, ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് ഈ പറഞ്ഞതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ, പ്രതികൂലങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വീണ്ടും അവിടെ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ എന്നെ ഏറ്റവും താണകുഴിയിലും ഇരുട്ടില് ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. ഇപ്പം ഇട്ടതൊക്കെ കർത്താവായി മാറിയിരിക്കുക. ദൈവത്തോടാ പറയുന്നത്, ദൈവമേ നീ എന്നെ ഏറ്റവും താണകുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. പിന്നെ നിന്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരകൾ കൊണ്ട് വലച്ചിരിക്കുന്ന കാര്യം പറയുമ്പോൾ യോനയുടെ കാര്യം ഓർമ്മ വരുന്നത് അല്ലേ. യോനയെ വെള്ളത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ യോന വെള്ളത്തിൽ കിടന്ന്, അല്ലെങ്കിൽ മീനിൻ്റെ വെള്ളത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു. മീൻ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ മീനിൻ്റെ വയറ്റിലും കിടന്ന് പ്രാർത്ഥിച്ചു. കാരണം പായൽ എനിക്ക് തലപ്പാവായി എന്നല്ല യോന പറയുന്നുണ്ട്. അപ്പോൾ പായലൊക്കെ തലപ്പാവായി കഴിഞ്ഞപ്പോഴാണ് മീൻ വന്നങ്ങ് വിഴുങ്ങിയത്. സ്തോത്രം. മത്സ്യം വിഴുങ്ങിയത്. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അയ്യം വിളിച്ചെന്നാണ് വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ ഒരു ആഴത്തിൻ്റെ അനുഭവം ഹല്ലേലൂയ കടന്നു വന്നതിനെക്കുറിച്ച് പറയുമ്പോൾ തിരമാലയുടെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല, നീ എന്നെ ആഴത്തിലിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, നീ എന്നെ ഏറ്റവും താണകുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ ഇട്ടതെല്ലാം കർത്താവാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സ്തോത്രം. ദൈവം എന്നെ താഴെ ഇട്ടു. പ്രൈസ് ലോർഡ്. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ്. പ്രൈസ് ലോർഡ്. പക്ഷേ താഴെ ഇടേണ്ട ആവശ്യം വന്നാൽ ദൈവം ഇടും. ഇപ്പോൾ യോനയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടിയിക്കേണ്ടതായിട്ട് വന്നത് കാരണം എന്താണ്? യോന നിനവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ നിനവിലേക്ക് പോകാതെ തർസീസിലേക്ക് പോയി. സ്തോത്രം. ഇപ്പോൾ വഴിമാറി പോയി കഴിഞ്ഞാൽ ദൈവം തന്നെ പറയും എടുത്തിട്ടോളാൻ. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ പറയുന്നത്, നീ എന്നെ ആഴങ്ങളിൽ ഇട്ടിരിക്കുന്നു. സ്തോത്രം. ഇട്ടത് കർത്താവൊന്നുമല്ല, അവരൊക്കെ തന്നെയാണ് എടുത്തത്. കപ്പലിലുള്ളവരൊക്കെ തന്നെ എടുത്ത് എറിഞ്ഞിട്ടത്. പക്ഷേ അതിന് കാരണക്കാരൻ ഹല്ലേലൂയ ദൈവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഈ കപ്പലിൽ നിന്ന് എടുത്ത് ഇട്ടത് നീ എങ്ങനെയെങ്കിലും നശിച്ചു പോകാൻ വേണ്ടിയല്ല. സ്തോത്രം.
യോനയെ നശിപ്പിക്കാനല്ല ദൈവം എണീപ്പിച്ചത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും അവനെ നിനവേലേക്ക് എത്തിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവനൊന്ന് നിലനിന്ന് ദൈവത്താൽ ഒന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ശോധനകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ ശോധനകൾ നിന്റെ നാശത്തിനല്ല, അത് കാണുന്നൊരു ദൈവമുണ്ട്. അവൻ ആ ശോധനയിലൂടെ നിന്നെ വിടിപ്പിച്ച് ദൈവത്തിന്റെ നാമം നിന്നോട് മഹത്വമെടുക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ച് ഹല്ലേലൂയ ഒരു ചില പ്ലാനും പദ്ധതികളുമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ആ നിലകളിലേക്ക് നിന്നെ ആക്കുന്നതിന് മുമ്പ് തന്നെ നീ സ്വന്തമായിട്ട് ചിന്തിച്ച് ദൈവത്തിന്റെ ആലോചനയെ പ്രതാപമാക്കി നിനവേലേക്ക് പോകാൻ പറയുമ്പോൾ തർസീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ തിരിച്ച് ഹല്ലേലൂയ നിനവേലേക്ക് എത്തിച്ചത്. സ്തോത്രം. കാരണം തർസീസിൽ ചെന്നിരുന്നെങ്കിൽ ഇവന്റെ അവസ്ഥ വലിയ ദാരുണമായി തീർന്നേനെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആ വലിയ കൊടുങ്കാറ്റുന്നു. ആ കപ്പൽ അത് മറിഞ്ഞ് അത് തകർന്ന് എല്ലാവരും മരിച്ചു പോയെങ്കിൽ വെള്ളത്തിൽ കിടന്ന എല്ലാവരും ചാവും, ഇവനും ചാവും. പക്ഷേ ഇവനെ ദൈവം പ്രത്യേകം രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടതിന് ആ രക്ഷ നൽകേണ്ടതിന് വേണ്ടി ദൈവം മത്സ്യത്തോട് നേരത്തെ കൽപ്പിച്ച് ആ മത്സ്യത്തെ കൊണ്ട് അത് വിഴുങ്ങിപ്പിച്ച് അവനെ നിലവിലേക്ക് കൊണ്ടുവന്ന് ഛർദ്ദിപ്പിച്ചിട്ടത്. സ്തോത്രം. അപ്പം നിനവേയിൽ അവൻ എത്തിയപ്പോൾ തന്നെ നമുക്കറിയാം അവനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച പ്രവൃത്തി ചെയ്യിപ്പിച്ചു. മാത്രമല്ല നിനവയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാണുവാനായിട്ട് അവൻ പട്ടണത്തിൻ്റെ ഒരു മൂലയിൽ പോയി ഇരുന്ന സമയത്ത് തന്നെ വെയിലടിച്ചിട്ട് അവന് വലിയ പ്രയാസം തോന്നിയപ്പോൾ ദൈവം അവന് തണൽ കൊടുക്കാൻ ആവണക്കിനെ കൽപ്പിച്ചാക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ തലയിൽ വെയിൽ കൊണ്ട് നീ വാടിപ്പോകാൻ പോലും ദൈവം സമ്മതിക്കാത്ത ദൈവമാണെന്ന് നീ മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിന്റെ തലയിൽ ഹല്ലേലൂയ വെയിലടിച്ച് നീയും അല്പം വാടി ക്ഷീണിച്ചു പോകാൻ അനുവദിക്കാത്ത ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിനക്ക് വേണ്ടി ഇല്ലായ്മയിൽ നിന്ന് അത്ഭുതകരമായ ഒരു ആവണക്കിനെ അവിടെ കൽപ്പിച്ചുണ്ടാക്കി അതിൻ്റെ തണൽ നൽകി നിന്നെ പുലർത്തിയത്. അങ്ങനെയെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ടത് നിന്റെ നാശത്തിനല്ല, പ്രൈസ് ലോർഡ്, നിന്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി നിന്റേതായിരിക്കുന്ന ജീവിതത്തിൽ ഹല്ലേലൂയ നിന്റെ മുഖം പാടുവാൻ അനുവദിക്കാത്ത ദൈവം, ഹല്ലേലൂയ ഒരു ക്ഷീണം വരുവാൻ ആഗ്രഹിക്കാത്ത ദൈവം, ഹല്ലേലൂയ യോനയ്ക്ക് വേണ്ടി അവൻ ക്ഷീണിച്ചപ്പോൾ ആവണക്കിനെ കൽപ്പിച്ചു കൊടുത്ത് അവിടെ ഉണ്ടാക്കി തണൽ കൊടുത്തുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ എത്രയധികമായി ദൈവം പ്രവർത്തിപ്പാൻ ഇന്ന് വാൽക്കാലം ആഗ്രഹിക്കുന്നു. നിന്റെ സകല മണ്ഡലങ്ങളിലും ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു, നിന്നെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു, നിന്നെ ശക്തീകരിപ്പാൻ ആഗ്രഹിക്കുന്നു, നിന്റെ എല്ലാ കട്ടകൾ നിന്നെ ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ ശത്രുവിന്റെ പിടിയിലാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ രോഗിയായി കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ എന്ന വാൽക്കാലം നിന്റെ അനുഗ്രഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ തർശീസിലേക്ക് പോകാതെ നിനവിലേക്ക് പോകുന്ന ദൈവത്തിന്റെ പൈതലായി നിലനിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എത്തിക്കുമെന്ന് പറഞ്ഞവൻ അവൻ എത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മെ എത്തിക്കുമെന്ന് പറഞ്ഞ അരുമനാഥ് നമ്മളെ എത്തിക്കും. പ്രൈസ് ലോർഡ്. അവൻ പറഞ്ഞെങ്കിൽ അവൻ വാക്ക് പറഞ്ഞാൽ അവൻ അവിടെ എത്തിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യോനയോട് നിലവിലേക്ക് പോകാൻ പറഞ്ഞെങ്കിൽ അവൻ വഴി മാറിയാലും ദൈവവും അവനെ നിലവിലെത്തിക്കും. അതാ ദൈവത്തിന്റെ നീതി. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ ശോധനകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവിടെ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് നമുക്ക് നന്മയ്ക്ക് കാരണമായി തീരും. പ്രൈസ് ലോർഡ്.